Mango fruity, fresh and juicy. ഹലോ ഫ്രണ്ട്സ്, ഫ്രൂട്ടി മാസ തുടങ്ങിയ ബ്രാൻഡുകളുടെ മാംഗോ ജ്യൂസുകൾ ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സമയമാണല്ലേ ഈ ചൂട് വേനൽക്കാലം. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ വേനൽക്കാലത്തെ കനത്ത ചൂടിൽ ദാഹം അകറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മാംഗോ ജ്യൂസുകളൊക്കെ 100% പ്രകൃതിദത്തമാണ് എന്ന് ജ്യൂസ് മേക്കിംഗ് കമ്പനികൾ അവകാശപ്പെടാറുണ്ട്. അത് സത്യമാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഫാക്ടറികളിലെ 100% മാങ്ങകൾ ഉപയോഗിച്ച് തന്നെയാണ് ജ്യൂസുകൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 100% മാങ്ങ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടു എന്ന് കമ്പനികൾ അവകാശപ്പെടുന്ന മാംഗോ ജ്യൂസിന്റെ ബോട്ടിലുകളിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ചേർത്തിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളൊന്നായിട്ടുള്ള മാംഗോ ജ്യൂസ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു ജിജ്ഞാസയൊക്കെ വന്ന് കാണുമല്ലേ? അപ്പോൾ നിങ്ങളുടെ ജിജ്ഞാസ അധികം നേരം പിടിച്ചു നിർത്താതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാല്ലേ. അപ്പോൾ ഇന്ന് ഫാക്ടറി ടി വി ഫ്രൂട്ടി മാസ തുടങ്ങിയ മാംഗോ ജ്യൂസുകൾ ഫാക്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന അറിവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. മാംഗോ ജ്യൂസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മാങ്ങകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ എത്തിപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ പ്രദേശം നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിലാണ് മാവുകൾ നട്ടു വളർത്തുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ മാവുകളിൽ നിന്നും പാകമായിട്ടുള്ള മാങ്ങ പറിക്കുക എന്നത് മാങ്ങയുടെ വിളവെടുപ്പ് സമയത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മാവുകൾ വളരെ ഉയരത്തിൽ വളരുന്ന മരമാണല്ലോ അല്ലെ. മാവിന്റെ താഴെയുള്ള ചില്ലകളിൽ പിടിക്കുന്ന മാങ്ങകൾ വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. എന്നാൽ മാവിന്റെ ഉയരമുള്ള ചില്ലകളിൽ നിൽക്കുന്ന മാങ്ങകൾ പറിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉയരത്തിൽ നിൽക്കുന്ന മാങ്ങകൾ തറയിൽ വീഴാതെ വേണം പറിച്ചെടുക്കേണ്ടത്. തറയിൽ വീഴുന്ന മാങ്ങകൾ വേഗത്തിൽ കേടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവ ജ്യൂസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഹാർവെസ്റ്റിംഗ് ഐഡികൾ ഉപയോഗിച്ചിട്ടാണ് മാങ്ങ പറിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാവിന്റെ ഉയരങ്ങളിലുള്ള ചില്ലകളിൽ നിൽക്കുന്ന മാങ്ങ പറിക്കുന്നതിന് ഇത്തരത്തിലുള്ള പീക്കിംഗ് സ്റ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പീക്കിംഗ് സ്റ്റിക്കുകളുടെ മുകൾ ഭാഗത്തെ മെക്കാനിക്കൽ ജൗസ് ഉപയോഗിച്ച് മുകളിൽ നിൽക്കുന്ന മാങ്ങകൾ തറയിൽ വീഴാതെ പറിച്ചെടുക്കാൻ സാധിക്കും. പീക്കിംഗ് സ്റ്റിക്കുകൾക്ക് എത്താത്ത ഭാഗത്ത് നിന്ന് മാങ്ങ പറിക്കുന്നതിന് ഹൈഡ്രോളിക് ലാഡർ ഉപയോഗിക്കാറുണ്ട്. പറിച്ചെടുക്കുന്ന മാങ്ങകൾ നേരെ ഒരു ട്രംപോണിനിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ട്രംപോണിനിലേക്ക് മാങ്ങകൾ നിക്ഷേപിക്കുന്നതിന് മുന്നേ മാങ്ങയുടെ ഞെട്ടിൽ നിന്നും തണ്ട് അടർത്തിമാറ്റും. മാങ്ങയ്ക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമുണ്ട്. അതിന്റെ ഞെട്ടിൽ നിന്നും തണ്ട് ഒഴിച്ചു മാറ്റുമ്പോൾ വളരെ ശക്തിയായിട്ട് മാങ്ങയുടെ കറ പുറത്തേക്ക് ചീറ്റും. ആ കറ മുഖത്തോ ദേഹത്തോ ഒക്കെ വീണാൽ നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഞെട്ടൊക്കെ ഒടിച്ചതിന് ശേഷമാണ് ട്രംപോണിനിലേക്ക് മാങ്ങയ്ക്ക് ഇടുന്നത്. ട്രംപോണിൽ വീഴുന്ന മാങ്ങകൾ അവിടെ നിന്ന് നേരെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. ഏകദേശം 1 മിനിറ്റോളം മാങ്ങകൾ ഇങ്ങനെ വെള്ളത്തിലിടുന്നത് മാങ്ങയുടെ കറ നിശേഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. വെള്ളത്തിൽ നിന്നും എടുക്കുന്ന മാങ്ങകളെ ഒരു എലിവേറ്റർ ലാഡറിലാണ് പിന്നീട് വെക്കുന്നത്. ഈ എലിവേറ്റർ ലാഡർ മാങ്ങകളെ ഒരു ബോൾ പിന്നിൽ എത്തിക്കുന്നു. എലിവേറ്റർ ലാഡറിൽ നിന്നും ബോൾ പിന്നിലേക്ക് വീഴുന്ന മാങ്ങകൾക്ക് കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് മാങ്ങകൾ പിന്നിലേക്ക് വീഴുന്ന ഭാഗത്ത് സ്പോഞ്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പറിച്ചെടുത്ത മാങ്ങകൾ മുഴുവൻ നിരവധി ബോൾ പിന്നുകളിൽ നിറയ്ക്കപ്പെട്ടതിന് ശേഷം അവയെ സംഭരിച്ചു വെക്കുന്നതിനായിട്ട് തോട്ടത്തിൽ നിന്നും വലിയ സ്റ്റോർ ഹൗസിൽ എത്തിക്കുന്നു. ആ സ്റ്റോർ ഹൗസുകളിൽ നിന്നാണ് ജ്യൂസ് നിർമ്മിക്കുന്ന കമ്പനിയിലേക്ക് മാങ്ങ എത്തിക്കുന്നത്. സ്റ്റോർ ഹൗസുകളിൽ നിന്നും ട്രക്കുകളിൽ നിറച്ച് ജ്യൂസ് ഫാക്ടറിയിൽ എത്തിക്കുന്ന മാങ്ങകളെ ട്രക്കിൽ നിന്നും അൺലോഡ് ചെയ്ത ശേഷം വൃത്തിയുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ഒരു വാഷിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. കഴുകൽ പ്രക്രിയയ്ക്ക് ശേഷം വെള്ളത്തിലൂടെ തെന്നി നീങ്ങി ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഫാക്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഫാക്ടറിയുടെ ഉള്ളിലേക്ക് എത്തുന്ന മാങ്ങകളെ ഒരു പ്രീ ഹീറ്റിംഗ് സോഫ്റ്റനിങ് പ്രോസസ്സിംഗ് വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൂടുവെള്ളത്തിൽ 3 മുതൽ 5 മിനിറ്റ് വരെ ഇട്ടുവെക്കുന്നു. മാങ്ങകളിലുള്ള പോർഫിനൈൽ ഓക്സിനൈഡ് എന്ന പദാർത്ഥം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ മാങ്ങയുടെ നിറവും മണവും ഒക്കെ കൂടുതൽ നന്നാക്കും. പ്രീ ഹീറ്റിംഗ് സോഫ്റ്റനിങ് പ്രോസസ്സ് കഴിഞ്ഞ മാങ്ങകൾ പിന്നീട് കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങി എത്തുന്നത് ഫാക്ടറിയിലെ ജീവനക്കാരുടെ അടുത്തേക്കാണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത്. തങ്ങളുടെ മുന്നിലൂടെ കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങുന്ന മാങ്ങകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുള്ള മാങ്ങകൾ കണ്ടെത്തി നീക്കം ചെയ്യുന്ന ജോലിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കേടുവന്ന മാങ്ങ ഉപയോഗിച്ചാൽ ഒരു ബാച്ചിൽ നിർമ്മിക്കപ്പെടുന്ന മുഴുവൻ ജ്യൂസും ചീത്തയാകും എന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിട്ടാണ് ഫാക്ടറി ജീവനക്കാർ ഈ ഘട്ടം പൂർത്തിയാക്കുന്നത്. കൺവെയർ ബെൽറ്റിലൂടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ പാസ്സായി നീങ്ങിയെത്തുന്ന മാങ്ങകളുടെ മുകൾ അഗ്രഭാഗം ഫാക്ടറി തൊഴിലാളികൾ മുറിച്ചു മാറ്റിയതിനു ശേഷം തിരികെ കൺവെയർ ബെൽറ്റിൽ നിക്ഷേപിക്കുന്നു. അഗ്രഭാഗം മുറിക്കപ്പെട്ട് കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങിയെത്തുന്ന മാങ്ങകൾ എത്തപ്പെടുന്നത് ടെസ്റ്റോണിംഗ് മെഷീനിലാണ്. ടെസ്റ്റോണിംഗ് മെഷീൻ മാങ്ങകളിൽ നിന്നും അതിന്റെ തൊലിയും വിത്തും ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. തൊലിയും വിത്തും മാറ്റിയ ശേഷമുള്ള മാങ്ങയുടെ ഭാഗങ്ങൾ അടുത്തതായിട്ട് എത്തപ്പെടുന്നത് ഒരു പൾപ്പിംഗ് എക്സ്ട്രാക്ഷൻ മെഷീനിലേക്കാണ്. ഈ മെഷീനിൽ വെച്ചിട്ടാണ് മാങ്ങ
മാങ്ങ മാംഗോ ജ്യൂസായിട്ട് മാറുന്നത്. പൾപ്പിംഗ് മെഷീനിൽ നിന്നും 2 രീതിയിലുള്ള മാംഗോ ജ്യൂസാണ് ലഭിക്കുന്നത്. വിത്ത് പൾപ്പ്, വിത്തൗട്ട് പൾപ്പ് എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. ഈ 2 രീതിയിലുള്ള ജ്യൂസും ശേഖരിക്കുന്നത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. 2 ജ്യൂസുകളെയും വെവ്വേറെ ശേഖരിച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സിനായിട്ട് അയക്കുന്നു. മാംഗോ ജ്യൂസുകൾ അടുത്തതായിട്ട് എത്തുന്നത് ഒരു ജ്യൂസ് ഡിഗ്രസർ മെഷീനിലേക്കാണ്. ഈ മെഷീൻ ജ്യൂസിൽ നിന്നും എല്ലാ എയർ പാർട്ടിക്കിളും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പൂർത്തിയാക്കുന്നത്. ഈ പ്രക്രിയ ചെയ്തില്ല എങ്കിൽ ജ്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ ജ്യൂസിനെ ഓക്സിഡൈസ് ചെയ്ത് കേടുവരുത്തുന്നതിനുള്ള കാരണമാകും. ഡിഗ്രസർ മെഷീനിൽ മാംഗോ ജ്യൂസ് 90 മുതൽ 95 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 10 മുതൽ 15 മിനിറ്റ് നേരമാണ് സൂക്ഷിക്കുന്നത്. ഡിഗ്രസർ മെഷീനിൽ നിന്നും പുറത്തു വരുന്ന മാംഗോ ജ്യൂസിന്റെ സാന്ദ്രത എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ജ്യൂസിന്റെ ഘടനയും ഒരുപോലെ ആയിരിക്കില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാംഗോ ജ്യൂസിനെ പ്രത്യേകതരം ഒരു മെഷീനിലൂടെ കടത്തിവിടുന്നു. ഹോമോജിനൈസർ മെഷീൻ എന്ന മെഷീനിൽ 20 മുതൽ 25 മെഗാ പാസ്കൽ പ്രഷർ ഉപയോഗിച്ച് 2 മുതൽ 3 തവണ വരെ ഹോമോജിനൈസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് ശേഷം മാംഗോ ജ്യൂസിൽ ഉൾക്കൊള്ളുന്ന പദാർത്ഥങ്ങളുടെ വലിപ്പം 1 മുതൽ 5 മൈക്രോമീറ്റർ വരെ ആയി മാറുന്നു. ഹോമോജിനൈസ് ചെയ്ത മാംഗോ ജ്യൂസ് അടുത്ത ഘട്ടത്തിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സിൽ ജ്യൂസിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സൂക്ഷ്മ ജീവികളെയും നശിപ്പിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. മാംഗോ ജ്യൂസിനെ സ്റ്റെറിലൈസേഷൻ മെഷീനിലേക്ക് കടത്തിവിട്ട ശേഷം 60 മുതൽ 65 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ പല സൈക്കിളുകളിലായിട്ട് പലതവണ ചൂടാക്കിയാണ് അണുനശീകരണം പൂർത്തിയാക്കുന്നത്. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലും ചൂടാക്കപ്പെടുന്ന മാംഗോ ജ്യൂസ് വളരെ വേഗത്തിൽ തന്നെ തണുപ്പിക്കുകയും ചെയ്യും. ഈ പ്രോസസ്സിലൂടെ ജ്യൂസിന്റെ ഷെൽഫ് ലൈഫ് വളരെയധികം വർദ്ധിക്കും. സ്റ്റെറിലൈസേഷൻ പൂർത്തിയാക്കുന്ന മാംഗോ ജ്യൂസ് അതിനുശേഷം വലിയ വലിയ സ്റ്റോറേജ് ടാങ്കുകളിൽ സൂക്ഷിക്കപ്പെടുന്നു. മാംഗോയുടെ സീസൺ അവസാനിച്ച് കഴിയുമ്പോഴും കമ്പനിക്ക് മാംഗോ ജ്യൂസ് പുറത്തിറക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ സ്റ്റോറേജ് ടാങ്കുകളിൽ മാംഗോ ജ്യൂസ് സംഭരിക്കുന്നത്. ഇങ്ങനെ മാംഗോ ജ്യൂസ് സംഭരിക്കുന്നു എന്ന അറിവ് ലഭിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ഫ്രഷ് ആണ് എന്ന് കരുതി കുടിക്കുന്ന മാംഗോ ജ്യൂസ് ചിലപ്പോൾ 6 മുതൽ 7 മാസം മുന്നേ ഫാക്ടറിയിൽ തയ്യാർ ചെയ്ത് സംഭരിച്ച ജ്യൂസ് ആവാമെന്നത്. മാംഗോ ജ്യൂസ് ഇത്രയധികം നാളെ സംഭരിച്ചു വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ജ്യൂസിന് അതിൻ്റെതായിട്ടുള്ള നാച്ചുറൽ ഫ്ലേവർ നഷ്ടമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മാംഗോ ജ്യൂസ് കമ്പനികൾക്ക് തങ്ങളുടെ ജ്യൂസിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ജ്യൂസ് കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിസർവേറ്റീവ്സും ആന്റി ഓക്സിഡന്റുകളും ഒക്കെ ജ്യൂസിൽ ചേർക്കാറുണ്ട്. കമ്പനികൾ 100% മാങ്ങകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് അവകാശപ്പെടുന്ന മാംഗോ ജ്യൂസുകളുടെ ബോട്ടിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ചേർത്തിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഏറ്റവും ഒടുവിലത്തെ പ്രോസസ്സ് ബോട്ടിലിംഗ് ആണ്. സ്റ്റോർ ചെയ്തിരിക്കുന്ന മാംഗോ ജ്യൂസ് ബോട്ടിലിംഗ് പ്ലാന്റിലേക്ക് അയക്കപ്പെടുന്നു. മാംഗോ ജ്യൂസ് ബോട്ടിലിംഗ് പൂർണ്ണമായിട്ടും ഒരു ഓട്ടോമാറ്റഡ് പ്രോസസ്സിംഗ് ആണ് കേട്ടോ. ബോട്ടിലിംഗ് പ്രോസസ്സിന്റെ ആദ്യഘട്ടത്തിൽ ജ്യൂസ് നിറയ്ക്കപ്പെടേണ്ട ബോട്ടിലുകൾ നന്നായിട്ട് കഴുകി സ്റ്റെറിലൈസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ അണുവിമുക്തമായിട്ടുള്ള ബോട്ടിലുകളിൽ ജ്യൂസ് നിറയ്ക്കപ്പെടുകയും മെഷീന്റെ സഹായത്തോടെ തന്നെ ബോട്ടിലുകളിൽ അടപ്പുകൾ ഉറപ്പിച്ച് സീൽ ചെയ്യുകയും ചെയ്യുന്നു. പല വലിപ്പത്തിലും അളവിലുമുള്ള ബോട്ടിലുകളിലെ ജ്യൂസ് കൃത്യമായിട്ടുള്ള അളവിലാണ് നിറയ്ക്കപ്പെടുന്നത്. ജ്യൂസ് നിറച്ച ബോട്ടിലുകളിൽ കമ്പനികളുടെ ബ്രാൻഡ് ലേബൽ ഒട്ടിക്കുന്നതോടെ മാംഗോ ജ്യൂസ് നിങ്ങളുടെ വീടുകളിലെ ഫ്രിഡ്ജുകളിൽ ഇടം പിടിക്കാനും നിങ്ങളുടെ ദാഹം അകറ്റാനും വേണ്ടി റെഡിയാകുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, മാങ്ങയിൽ നിന്നും മാംഗോ ജ്യൂസ് നിർമ്മിക്കപ്പെടുന്നത് എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നും മാംഗോ ജ്യൂസ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.